നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ ഭാഗമായി കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ കുമളിയിൽ നിന്നും മുക്കുഴി സത്രം വഴി ശബരിമലയിലേക്കുള്ള കാനനപാതയിലൂടെയുള്ള അയ്യപ്പ ഭക്തന്മാരുടെ യാത്ര താൽക്കാലികമായി നിരോധിച്ചു. നടപടി ശബരിമല കാനനപാതയിലും പരിസരത്തും ശക്തമായ മഴ പെയ്ത പശ്ചാത്തലത്തിൽ ഉത്തരവ് കർശനമായി നടപ്പാക്കുന്നതിനായി വിവിധ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായും ജില്ലാ കളക്ടർ. കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരുന്ന യാത്രക്കാരന്റെ ദേഹത്തെ ഇടിച്ചു കയറി സ്വകാര്യ ബസ്. പിന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ ബസ് മുന്നോട്ട് നീങ്ങി ബസ് സ്റ്റാൻഡിനകത്തുള്ള ഇരിപ്പിടത്തിൽ ബസ് കാത്തിരുന്ന യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. കട്ടപ്പനയിൽ ലോട്ടറി വിൽപ്പനക്കാരിയെ കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തയാൾ പിടിയിലായത് രാജകുമാരി സ്വദേശി ഇല്ലിക്കൽ ബിജു. കഴിഞ്ഞ നവംബർ 2-ാം തീയതി ഇയാൾ തട്ടിയെടുത്തത് തൂക്കുപാലം വെട്ടത്തക്കിരിക്കേതിൽ ഗീതയുടെ 60 ലോട്ടറി ടിക്കറ്റുകൾ. കുരങ്ങ് ശല്യത്തെ തുടർന്ന് ദുരിതത്തിലായ പൂപ്പാറ തൊഴുത്തുങ്കൽ സരസമ്മയ്ക്ക് അടച്ചുറപ്പുള്ള ഷെഡ് നിർമ്മിച്ചു നൽകി തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ. കൂട്ടത്തോടെ എത്തുന്ന കുരങ്ങുകൾ പൂപ്പാറ പമ്പ് ഭാഗത്തുള്ള സരസമ്മയുടെ വീടിനകത്ത് കയറി വീട്ടുപകരണങ്ങളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും നശിപ്പിച്ചിരുന്നു. സമീപത്തെ അടച്ചുറപ്പില്ലാത്ത മറ്റു വീടുകളിലെയും അവസ്ഥ ഇതുതന്നെ. വിശദമായ വാർത്തകളിലേക്ക്. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ ഭാഗമായി കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ കുമളിയിൽ നിന്നും മുക്കുഴി സത്രം വഴി ശബരിമലയിലേക്കുള്ള കാനനപാതയിലൂടെയുള്ള അയ്യപ്പ ഭക്തന്മാരുടെ യാത്ര താൽക്കാലികമായി നിരോധിച്ചു. ശബരിമല കാനനപാതയിലും പരിസരത്തും ശക്തമായ മഴ പെയ്യുന്ന പശ്ചാത്തലത്തിലാണിത്. ഉത്തരവ് കർശനമായി നടപ്പാക്കുന്നതിനായി വിവിധ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. രാവിലെ തന്നെ 1500-ലധികം ആളുകൾ സത്രം വഴി ശബരിമലയിലേക്ക് എത്താൻ ഇവിടെ എത്തിയിരുന്നു. ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർ വനത്തിൽ കുടുങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇതുവഴിയുള്ള തീർത്ഥാടനത്തിന് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീർത്ഥാടകർക്ക് സത്രം വഴി ശബരിമലയിലേക്ക് പോകാൻ സാധിക്കുമോ എന്ന പരിശോധന നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയത്. ഉടൻ തന്നെ KSRTC പമ്പയിലേക്ക് ബസ് സർവീസും ആരംഭിച്ചു. മഴ കുറയുന്നതോടെ സത്രം പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള യാത്ര പുനഃസ്ഥാപിക്കുമെന്നാണ് വിവരം. കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരുന്ന യാത്രക്കാരന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറി സ്വകാര്യ ബസ്. പിന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ ബസ് മുന്നോട്ട് നീങ്ങി ബസ് സ്റ്റാൻഡിനകത്തുള്ള ഇരിപ്പിടത്തിൽ ബസ് കാത്തിരുന്ന യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ യാത്രക്കാരനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. കുമളി സ്വദേശിയായ വിഷ്ണു ബസ് കാത്തു നിൽക്കുമ്പോഴാണ് അപകടമുണ്ടായത്. ഞങ്ങളിവിടെ കട നടത്തുന്ന ആൾക്കാരാണ്. ഏകദേശം 6:40 സമയത്ത് തന്നെ നെടുങ്കണ്ടത്തിന് പോകുന്ന വണ്ടിയാണത്. ഞങ്ങളിവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ ബസ് ഡ്രൈവർ കയറിയിരിക്കുന്ന കണ്ടു. നേരെ പുറകിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലായിട്ടാണ് വേഗം വണ്ടി കുതിച്ച് മുമ്പിലോട്ട് വരുന്നു. ബസ്സിന്റെ സാങ്കേതിക വശങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, എങ്ങനെയാണ് മുമ്പിലോട്ട് കടന്നു വന്നതെന്നുള്ള സംഭവം. പക്ഷേ അത് റിവേഴ്സ് പോകേണ്ട ഒരു സംഭവം. എനിക്ക് തോന്നുന്നു ഗിയർ മാറിയിട്ടാന്ന് തോന്നുന്നു. ഫസ്റ്റ് ഗിയറിൽ ഇട്ടപ്പോഴത്തേനും വണ്ടി ഇടിച്ച് ഫ്രണ്ടിലോട്ട് കയറി വന്നു. അന്നേരം ഇവിടെ ഇരുന്നൊരു പയ്യനാണ് ഇവിടെ ഇരുന്നത്. അവന് ശ്രദ്ധിച്ചില്ല. അന്നേരം വേഗം ബസ് കയറി വരികയും അവനെ ഇത് കൂടാവുകയും ചെയ്തു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ കസേരകളെല്ലാം ചെരിഞ്ഞു. ഇച്ചിരിയോടെ കയറി വന്നായിരുന്നെങ്കിൽ ഞങ്ങളുടെ കടയും കാര്യങ്ങളെല്ലാം കൂടി ഇന്നലെ ഒരു തീരുമാനം വാങ്ങേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്നലെ നൊടിയിടയ്ക്ക് രക്ഷപ്പെട്ടു. കാലിന്റെ മുട്ടിനാണ് വിഷ്ണുവിന് പരിക്കേറ്റത്. കട്ടപ്പന തൂക്കുപാലം നെടുങ്കണ്ടം റൂട്ടിൽ സർവീസ് നടത്തുന്ന ദിയ എന്ന ബസ്സാണ് ബസ് സ്റ്റാൻഡിലേക്ക് ഇടിച്ചുകയറി അപകടമുണ്ടാക്കിയത്. സാങ്കേതിക തകരാറ് മൂലം പിന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ ബസ് മുന്നിലേക്ക് നീങ്ങിയതാണെന്നാണ് വിവരം. ഉപ്പുതറ മാട്ടുത്താവളത്തിന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് തെന്നിമാറിയ അപകടം. KSRTCയും സ്വകാര്യ ബസും തമ്മിലുള്ള മത്സര ഓട്ടത്തിനിടയിലാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റവരെ ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വളവോട് ഭാഗത്തു നിന്നും ഉപ്പുതറയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് മാട്ടുത്താവളത്തിന് സമീപം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 5 സ്ത്രീകൾക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. ഇവരെ ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഗമൺ ഭാഗത്തു നിന്നും വന്ന KSRTC ബസും സ്വകാര്യ ബസും തമ്മിൽ മത്സരയോട്ടം നടത്തുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഈ മേഖലയിൽ ബസുകൾ അമിത വേഗതയിലാണ് പതിവായി സർവീസ് നടത്തുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇതൊരു അപകടമേലയാണ്. വളവിലാണ് ഇവർ രണ്ട് കൂട്ടരും മത്സരിച്ച് ഓടി വരുന്നത്. ജയ് ഗുരു, അതാണ് വണ്ടിയുടെ പേര് ജയ് ഗുരു. മത്സരിച്ച് ഓടി വരുന്നതാണത്.
ഒരു അപകട മേഖലയാണിത്. പിന്നെ ഒരു നിയന്ത്രണം ഉണ്ടാകണം. അതാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. നിരന്തരമായിട്ട് കൈ കാണിച്ചതിന് രണ്ടും അടുത്തടുത്ത് വരുന്നതുകൊണ്ട് സമയം ഒരേപോലെ വരുന്നുണ്ട്. രണ്ട് വണ്ടി നിർത്തുന്നില്ല, നിർത്താൻ പോകുന്നു. ബസ് റോഡിൽ നിന്നും തെന്നിമാറിയെങ്കിലും മരത്തിൽ തട്ടി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ഇതുവഴി സർവീസ് നടത്തുന്ന ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കുന്നതിന് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കട്ടപ്പനയിൽ ലോട്ടറി വിൽപ്പനക്കാരിയെ കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തിയാൾ പിടിയിൽ. രാജകുമാരി സ്വദേശി ഇല്ലിക്കൽ ബിജുവാണ് പിടിയിലായത്. തൂക്കുപാലം വെട്ടത്ത് കിഴക്കേതിൽ ഗീതയുടെ 60 ലോട്ടറി ടിക്കറ്റുകളാണ് നവംബർ 2-ാം തീയതി ഇയാൾ തട്ടിയെടുത്തത്. കട്ടപ്പന ഐശ്വര്യ തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ ഇയാളെ തിരിച്ചറിഞ്ഞവർ തട്ടിപ്പിനിരയായ ഗീതയെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടി. അന്ന് സന്തോഷ് എന്നായിരുന്നു ഇയാൾ ഗീതയോട് പേര് വെളിപ്പെടുത്തിയത്. എന്നാൽ രാജകുമാരി ഇല്ലിക്കൽ ബിജു എന്നാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മേൽവിലാസം. ടിക്കറ്റ് വിൽപ്പനയ്ക്കിടെ കട്ടപ്പന സംഗീത ജംഗ്ഷന് സമീപം നിന്ന ഇയാൾ തന്റെ പക്കൽ നിന്നും 5 സെറ്റ് ലോട്ടറി എടുത്ത ശേഷം ആദ്യം 300 രൂപ നൽകുകയും ബാക്കി പണം ഉടൻ തരാമെന്ന് പറഞ്ഞ് കടന്നു കളയുകയുമായിരുന്നെന്ന് ഗീത പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് 60 ടിക്കറ്റും എടുത്തുകൊണ്ട് പോയതാണ്. അങ്ങനെ ഇപ്പോൾ പൈസ ഇപ്പം തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചേച്ചി പൈസ ചേച്ചി തരാൻ പറഞ്ഞു. ഒരു 300 രൂപ എടുത്തിൻ്റെ കയ്യിൽ തന്നേച്ച് പറഞ്ഞു ബാക്കി ഇപ്പം തരാം. ചേച്ചിയുടെ ഇന്നത്തെ ടിക്കറ്റ് എനിക്ക് വേണ്ട. ചേച്ചി അങ്ങോട്ട് കയറി കൊടുക്കാം. ഇന്നത്തെ ടിക്കറ്റ് പറഞ്ഞാൽ രണ്ടാമത്തെ ടിക്കറ്റ് എൻ്റെ കയ്യിൽ 5 ടിക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അത് കൊടുക്കുക ചേച്ചി, എന്നിട്ട് ഞാൻ പൈസ ഇപ്പം തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഞാൻ ആ ടിക്കറ്റ് കൊടുക്കാൻ പോയ നേരത്തിന് പുള്ളി ആ 5 ടിക്കറ്റ് കൊണ്ട് പോയതാണ്. പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് ടിക്കറ്റ് നോക്കുമ്പോൾ പുള്ളിക്കാരൻ ആ കടയിൽ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് എടുത്തേക്കുന്ന കടയാണ്. നാളെ ഇവിടെ തുറക്കുന്ന ഓണർ ഇപ്പോൾ വരും, 2 ഹിന്ദിക്കാരുടെ പണിക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വിശ്വസിച്ചു. ഈ കിടക്കുന്ന കാറും എൻ്റെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു. ഞാനത് വിശ്വസിച്ചുകൊണ്ട് കയറിയും പിന്നെ ഇത് കൊണ്ട് കൊടുത്തേച്ച് നമ്മൾ പുള്ളിയെ നോക്കുമ്പോൾ കാണാനില്ല. സംഭവം നടന്ന ശേഷം ഗീത കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിരുന്നു. സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞ ചിത്രങ്ങളാണ് ഇയാളെ പിടികൂടാൻ സഹായകമായത്. എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയായ ലെൻസ്ഫെഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 14-ാം ജില്ലാ കൺവെൻഷൻ ചൊവ്വാഴ്ച കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. നിർമ്മാണ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, ബിൽഡിംഗ് റൂൾ എങ്ങനെ ലളിതമാക്കാം, ബിൽഡിംഗ് പെർമിറ്റിലുണ്ടായ സ്വാധീനം, സ്മാർട്ടിന് ലെൻസ്ഫെഡിൽ സ്കിൽ പാർക്കിന്റെ പ്രാധാന്യം, സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാവി തുടങ്ങിയ കാര്യങ്ങൾ കൺവെൻഷൻ ചർച്ച ചെയ്യും. ജില്ലയിലെ 200 എഞ്ചിനീയർമാർ കൺവെൻഷനിൽ പങ്കെടുക്കും. ഈ സമ്മേളനം ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുന്നത് ചെയർപേഴ്സൺ കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ ബീന ടോമി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലതീഷ്, അതുപോലെ ജോയിന്റ് ഡയറക്ടർ ശ്രീമതി തെരേസ ജോസ് എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതുമാണ്. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്ട് 20,000-ൽ പരം അംഗങ്ങളും 1000-ൽ പരം യൂണിറ്റുകളും 96 ഏരിയ കമ്മിറ്റികളും 14 ജില്ലാ കമ്മിറ്റികളുമായിട്ട് വളരെ ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇടുക്കി ജില്ലയിൽ 242 അംഗങ്ങളാണുള്ളത്. അംഗങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കുമൊക്കെയായിട്ട് വളരെയേറെ ഒട്ടനവധി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് PN ശശികുമാർ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ലതീഷ് M, LSTD ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ ജോസ് തുടങ്ങിയവർ സംസാരിക്കും. ലെൻസ്ഫെഡ് സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ, സംസ്ഥാന ട്രഷറർ ഗിരീഷ് കുമാർ T, വൈസ് പ്രസിഡന്റ് ബിജോ മുരളി, സംസ്ഥാന കറസ്പോണ്ടന്റ് സെക്രട്ടറി PB അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി സുബിൻ ബെന്നി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ K അലക്സാണ്ടർ, KG സുരേഷ് കുമാർ, ബിജു ജോസഫ്, ജിബിൻ ബേബി, രാജേഷ് S, PM സനിൽകുമാർ തുടങ്ങിയവർ സംസാരിക്കും. കൺവെൻഷന്റെ ഭാഗമായി നൂതനവും വ്യത്യസ്തവുമായ നിർമ്മാണ സാമഗ്രികളും വിവിധ നിർമ്മാണ രീതികളും സാങ്കേതിക വിദ്യകളും സേവനങ്ങളും പരിചയപ്പെടുത്തുന്ന 20 സ്റ്റാളുകളുടെ പ്രദർശനവും ഉണ്ടാകും. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് PN ശശികുമാർ, ജില്ലാ സെക്രട്ടറി സുബിൻ ബെന്നി, ജില്ലാ ട്രഷറർ രാജേഷ് S, വൈസ് പ്രസിഡന്റ് K അലക്സാണ്ടർ, കട്ടപ്പന ഏരിയ പ്രസിഡന്റ് സിറിൽ മാത്യു, അഗസ്റ്റിൻ ജോസഫ്, അരുൺ റാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CPM പീരുമേട് ഏരിയ സമ്മേളനം സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് സമ്മേളനം നടന്നത്. പീരുമേട് ഏരിയ സെക്രട്ടറിയായി S സാബുവിനെ തെരഞ്ഞെടുത്തു.
വണ്ടിപ്പെരിയാർ മോഹനം ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായാണ് CPM പീരുമേട് ഏരിയ സമ്മേളനം നടന്നത്. സമ്മേളനത്തിൽ വെച്ച് എസ് സാബുവിനെ പീരുമേട് ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. തുടർന്ന് വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ നിന്നും നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും നടന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി, ജില്ലാ സെക്രട്ടറി CV വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ, ജില്ലാ കമ്മിറ്റി അംഗം G വിജയാനന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ് അവതരിപ്പിച്ച ഗാനമേളയും നടന്നു. അയ്യപ്പൻകോവിൽ പരപ്പിൽ മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടു. വലിയ പാറയോടുകൂടിയാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ മാറിയതിന് തൊട്ടു പിന്നാലെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. മലയോര ഹൈവേ നിർമ്മാണം തുടങ്ങിയതു മുതൽ മേഖലയിൽ മണ്ണിടിച്ചിൽ പതിവാണ്. പരപ്പ് പാറമടയ്ക്ക് സമീപം കഴിഞ്ഞ മഴയത്തും മണ്ണിടിഞ്ഞിരുന്നു. ഇവിടെ ഓടയ്ക്കായി മണ്ണ് നീക്കം ചെയ്തിരുന്ന തൊഴിലാളികൾ മാറിയതിന് പിന്നാലെയാണ് മണ്ണിടിഞ്ഞത്. തലനാരിഴയ്ക്കാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. വലിയ ശബ്ദത്തോടെ പാറക്കഷ്ണങ്ങൾ ഉൾപ്പെടെ ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. ഈ സമയം ഇതുവഴി വാഹനങ്ങൾ വരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കിയതായി നാട്ടുകാർ പറഞ്ഞു. അവിടെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവരങ്ങോട്ട് മാറിയതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് കാലം കൊണ്ടിരിക്കുന്നതല്ലേ, ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ റോഡിൻ്റെ പണി ആയതിനു ശേഷം നിങ്ങൾ ആ സംഭവിക്കുന്നത് അറിയില്ല. മണ്ണിടിഞ്ഞ ഭാഗത്തിന്റെ സമീപം വിണ്ടിരിക്കുന്നുണ്ട്. ഏത് സമയവും ഈ ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടാകാം. അശാസ്ത്രീയമായ മണ്ണ് നീക്കമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പരാതി. മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് അരമണിക്കൂറോളം പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഭിന്നശേഷി കമ്മിറ്റിയുടെയും ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലാതല ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. തങ്കമണി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി സബ് കളക്ടർ അനൂപ് ഖാർഗ് IAS ഉദ്ഘാടനം ചെയ്തു. മിന്നാമിന്നിക്കൂട്ടം എന്ന പേരിലാണ് ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കലോത്സവം സംഘടിപ്പിച്ചത്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും ജില്ലാ ഭിന്നശേഷി കമ്മിറ്റിയുടെയും കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി സബ് കളക്ടർ അനൂപ് ഖർഗ് IAS നിർവഹിച്ചു. കായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. കഴിഞ്ഞ തവണ ഭിന്നശേഷി ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ ജേതാക്കളായിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ജില്ലയിൽ നിന്നുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. മത്സരങ്ങൾക്ക് ശേഷം നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി മേഖലയിൽ വിവിധ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷയായിരുന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെർലി ജോസഫ്, സോണി ചൊള്ളാമടം, ജോസ് തൈച്ചേരി, റിൻഡാമോൾ വർഗീസ്, റിന്നി റോയി തുടങ്ങിയവർ സംസാരിച്ചു. രാജാക്കാട് NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. കരയോഗം ഓഫീസിൽ നടന്ന 58ാമത് വാർഷിക പൊതുയോഗം യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 2123 നമ്പർ NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗമാണ് നടന്നത്. കരയോഗം ഓഫീസിൽ നടന്ന വാർഷിക പൊതുയോഗം യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറി നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖമാണ്. NSS ജനറൽ സെക്രട്ടറിയെ ആക്ഷേപിച്ചുകൊണ്ട് നടന്നിട്ട് പിന്നെ സമുദായ അംഗങ്ങളെ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ എന്ന് ഞാൻ ചോദിച്ചു. നടക്കുകയാണോ എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്, ഹൈറേഞ്ചിലെ മുഴുവൻ നായർ സമുദായ അംഗങ്ങളും എന്നോടൊപ്പം. അതുമാത്രമല്ല, കേരളത്തിലെ മുഴുവൻ നായന്മാരും ഒരു അവസരം നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞത് ചർച്ച അവിടെ അവസാനിപ്പിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഹൈറേഞ്ചിലെ മുഴുവൻ നായർ സമുദായങ്ങളും എൻ്റെ ഒപ്പമാണെന്ന് പറഞ്ഞയാള്
അദ്ദേഹത്തിന് ഒരു മീറ്റിങ്ങിന് ആളെ കിട്ടണമെങ്കിൽ അദ്ദേഹം തന്നെ ഓരോ വീട്ടിലും കയറിയിരുന്ന് ഒന്ന് വരാവോ 10 മിനിറ്റ് ഇരിക്കാവോ 15 മിനിറ്റ് ഇരിക്കാവോ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാമോ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകണം, ഞാൻ ഇനി ഒന്നിനുമില്ല, എല്ലാം ഞാൻ വിട്ടൊഴിഞ്ഞ് പോവാ, ഒന്ന് മീറ്റിങ്ങിൽ ഒന്ന് വന്നിരുന്നാൽ മതി, 1/2 മണിക്കൂർ ഒന്ന് വന്നിരുന്നാൽ മതി. ഓരോ വീട്ടിലും കയറി ഇറങ്ങുക. നോക്കൂ, ഹൈറേഞ്ച് NSS യൂണിയൻ ഇവിടെ എത്ര സമ്മേളനങ്ങൾ നടത്തി? ഹൈറേഞ്ച് NSS യൂണിയന്റെ പ്രസിഡന്റോ ഹൈറേഞ്ച് NSS യൂണിയന്റെ സെക്രട്ടറിയോ ഇവിടുത്തെ സമുദായ അംഗങ്ങളുടെ വീട്ടിൽ കൂടെ കയറി ഇറങ്ങി ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് വന്നൊരു 10 മിനിറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അത് വിളിച്ചത് സംഘടനയാണ്. വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് യൂണിയൻ സെക്രട്ടറി TP അജയൻ നായരുടെ നേതൃത്വത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കരയോഗം പ്രസിഡന്റായി PB മുരളീധരൻ നായരെയും സെക്രട്ടറിയായി അനിൽകുമാർ മഠത്തിനകത്തിനെയും വൈസ് പ്രസിഡന്റായി K സുനിലിനെയും ഖജാൻജിയായി KP രാജഗോപാലിനെയും ജോയിന്റ് സെക്രട്ടറിയായി രഘുനാഥൻ നായരെയും തെരഞ്ഞെടുത്തു. കൂടാതെ 11 കമ്മിറ്റിക്കും രൂപം നൽകി. യൂണിയൻ പ്രതിനിധികളായി R ബാലൻപിള്ള, MS ഗോപാലകൃഷ്ണൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. വരും ദിവസങ്ങളിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സത്യപ്രതിജ്ഞയും നടക്കും. പ്രഥമ നെടുങ്കണ്ടം കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കേരള പോലീസ് ചാമ്പ്യന്മാരായി. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് കോവളം FCയെ പരാജയപ്പെടുത്തിയാണ് കേരള പോലീസ് കപ്പ് ഉയർത്തിയത്. കനത്ത മഴയിലും നിരവധി ഫുട്ബോൾ പ്രേമികൾ ആവേശം നിറഞ്ഞ ഫൈനൽ മത്സരം കാണാനെത്തിയിരുന്നു. കൂടുതൽ ടീമുകളെ ഉൾപ്പെടുത്തി നെടുങ്കണ്ടം കപ്പ് സീസൺ 2 2025 ഏപ്രിലിൽ നടക്കും. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നെടുങ്കണ്ടം പഞ്ചായത്ത് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് പ്രഥമ നെടുങ്കണ്ടം കപ്പ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് നടന്നത്. നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ കേരളത്തിലെ പ്രമുഖ ടീമുകളായ കേരള പോലീസ്, KSCB, കോവളം FC, യുണൈറ്റഡ് കേരള തുടങ്ങിയ ടീമുകൾ പങ്കെടുത്തു. ആദ്യ മത്സരത്തിൽ യുണൈറ്റഡ് കേരള FCയെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കേരള പോലീസ് ഫൈനലിൽ പ്രവേശിച്ചത്. രണ്ടാം മത്സരത്തിൽ KSCB FCയെ 1-0 പരാജയപ്പെടുത്തി കോവളം FC ഫൈനലിൽ കടന്നു. കനത്ത മഴയെ അവഗണിച്ച് ആവേശത്തോടെ നടന്ന ഫൈനൽ മത്സരത്തിൽ ആദ്യ പകുതിയിൽ നേടിയ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് കോവളം FCയെ പരാജയപ്പെടുത്തി കേരള പോലീസ് ടീം കപ്പ് നേടുകയായിരുന്നു. കനത്ത മഴയിലും പ്രദേശത്തെ നിരവധി ഫുട്ബോൾ പ്രേമികളാണ് നെടുങ്കണ്ടത്ത് ആദ്യമായി നടന്ന അഖില കേരള ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ആവേശം നിറഞ്ഞ ഫൈനൽ കാണാനെത്തിയത്. ചാമ്പ്യന്മാർക്ക് 1 ലക്ഷം രൂപയും എവർ റോളിംഗ് ട്രോഫിയും സമ്മാനിച്ചു. റണ്ണേഴ്സ് അപ്പ് ടീമിന് 50,000 രൂപയും ട്രോഫിയും നൽകി. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി സന്തോഷ് ട്രോഫി താരം കൂടിയായ കേരള പോലീസിന്റെ സജീഷും മികച്ച ഗോൾ കീപ്പറായി കേരള പോലീസിന്റെ മുഹമ്മദ് അസറും തെരഞ്ഞെടുക്കപ്പെട്ടു. സമാപന ചടങ്ങിൽ വെച്ച് ചാമ്പ്യന്മാർക്കുള്ള ട്രോഫികളും സമ്മാനങ്ങളും MM MLA നൽകി. NSA ചെയർമാനും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗവുമായ TM ജോൺ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, NSA ഭാരവാഹികൾ, രാഷ്ട്രീയ സാമൂഹിക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. നെടുങ്കണ്ടം കപ്പ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന്റെ സീസൺ 2 അടുത്ത ഏപ്രിൽ മാസത്തിൽ നടത്താനാണ് നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെ തീരുമാനം. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ നടന്നുവന്ന കേരളോത്സവം സമാപിച്ചു. വജ്രജൂബിലി ഫെലോഷിപ്പ് ജില്ലാ കോർഡിനേറ്റർ S സൂര്യലാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം നടന്നത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ യൂത്ത് ക്ലബ്ബുകളുടെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. സമാപന സമ്മേളനം വജ്രജൂബിലി ഫെലോഷിപ്പ് ജില്ലാ കോർഡിനേറ്റർ S സൂര്യലാൽ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വികാരവിചാരങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒത്തുകൂടലുകളും കൂട്ടായ്മകളും ഒക്കെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുക. നമ്മുടെ മനുഷ്യന്റെ മനസ്സുകൾക്കിടയിൽ ഒരു വലിയ മതിൽ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും വേർതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് വിഷവിത്തുകൾ പാകിക്കൊണ്ട് ഒരു വലിയ മതിൽ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ആ മതിൽ പൊളിച്ചു നീക്കിക്കൊണ്ട് ആ വർഗീയ വിഷവിത്തുകൾ പറിച്ചെറിഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മന്ത്രം അത് മനുഷ്യ സ്നേഹമാണെന്ന. സമാപന സമ്മേളനത്തിൽ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലച്ചൻ വെള്ളക്കട, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിൻസൺ വർക്കി, ജോസുകുട്ടി അരിപ്പറമ്പിൽ, സെക്രട്ടറി D ധനേഷ്, ഷാജിമോൻ KK, കലാ സാംസ്കാരിക പ്രവർത്തകർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് സുമൻ പാൽക്കോ അധ്യക്ഷനായിരുന്നു. റോട്ടറി ക്ലബ് ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. വഴിയോര കച്ചവടത്തിനെതിരായും വാടക നൽകി വസ്ത്രവ്യാപാരം നടത്തുന്നവർക്ക് 18% GST ഏർപ്പെടുത്തിയതിലും പ്രതിഷേധിച്ച് സമരപരിപാടികളിലേക്ക് നീങ്ങാൻ സംഘടന തീരുമാനിച്ചു. ഇന്ന് നമുക്കറിയാം, ഇന്ന് വാടക കൊടുക്കുന്ന കച്ചവടക്കാരാണ് ഇത് കൂടുതലുള്ളത്. അതിന് 18% GST ആണ്. 5% അല്ല, 18%. ഇതുകൊണ്ട് പല കച്ചവടക്കാരും നിന്നു പോകുന്ന അവസ്ഥയുണ്ട്.
ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ തമിഴ്നാട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തമിഴ്നാട് കഴിഞ്ഞ ദിവസം മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് റോഡിലിറങ്ങി സമരമായിരുന്നു. കാരണം ആ വ്യാപാര സ്ഥാപനങ്ങൾ നിന്നു പോകുന്ന അവസ്ഥയാണ് ഇങ്ങനൊരു നിയമം GST വഴി കൊണ്ടുവന്നത്. വലിയ GST ആണ് കൊണ്ടുവരുന്നത്. ഇതിനെല്ലാം ഒരു മാറ്റം വരണം. ഇതില്ലെങ്കിൽ ഇവിടുത്തെ ടെക്സ്റ്റൈൽ വ്യാപാരികളും മറ്റ് വ്യാപാരികളും നിന്നു പോകും എന്നുള്ള കാര്യം ഗവൺമെൻറ് മനസ്സിലാക്കണം. കൂടാതെ കുത്തകകളുടെ ഓൺലൈൻ ബിസിനസ് കൂടി വരുന്ന സാഹചര്യത്തിൽ സാധാരണ കച്ചവടക്കാർ നേരിടുന്ന പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ന്യായമായിട്ടും സർക്കാരിന് കിട്ടേണ്ട ടാക്സ് നിലവിൽ കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമാണ് ഈ മേഖലയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ വ്യാപാരത്തിലൂടെ നമ്മുടെ സാധാരണ വ്യാപാരി GST രജിസ്ട്രേഷൻ എടുത്ത് അവൻ മുറി വാടകയ്ക്കെടുത്ത് ശമ്പളക്കാരെ സെയിൽസ്മാൻമാരെ വെച്ച് ഇരിക്കുമ്പോൾ അവൻ വിൽക്കുന്നതിന് അവൻ കൃത്യമായ ടാക്സ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഈ ഓൺലൈൻ മേഖല നമ്മുടെ സംസ്ഥാന ഖജനാവിനും സ്റ്റേറ്റ് ഖജനാവിനും വൻ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് ഈ നമ്മളെപ്പോലത്തെ ചെറിയ ചെറിയ വ്യാപാരികളെ കടക്കണിയിലേക്ക് തള്ളിവിടുകയാണ്. ആ ഒരു സാഹചര്യത്തിന് അറുതി വരുത്തണമെന്ന് ഇടുക്കി ജില്ലാ കമ്മിറ്റി ശക്തമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ്, സിജോമോൻ ജോസ്, ജോഷി കുട്ടട, KP ബഷീർ തുടങ്ങിയവർക്ക് യോഗത്തിൽ സ്വീകരണം നൽകി. ജനറൽ സെക്രട്ടറി അഹമ്മദ് കബീർ, ജില്ലാ ട്രഷറർ അനസ് P അസീസ്, കട്ടപ്പന മേഖലാ പ്രസിഡന്റ് സന്തോഷ് ദേവസ്യ, അടിമാലി മേഖലാ പ്രസിഡന്റ് സനൂപ് TM, തൊടുപുഴ മേഖലാ പ്രസിഡന്റ് റോബിൻസ് ഹിന്ദുസ്ഥാൻ, കുമളി മേഖലാ പ്രസിഡന്റ് TK ജോസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജോ ഫിലിപ്പ്, അലൻ നിരുവത്ത തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന മേട്ടുകുഴി കുളത്തിങ്കൽപ്പടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. നഗരസഭയുടെ 4 ലക്ഷം രൂപ ചിലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതി നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം ഉദ്ഘാടനം ചെയ്തു. മേഖലയിൽ മുൻപുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതിയുടെ കിണർ വറ്റിയത് മൂലം കുടിവെള്ള പ്രതിസന്ധി ഉടലെടുത്തിരുന്നു. തുടർന്നാണ് 20 കുടുംബങ്ങൾക്ക് പ്രയോജനകരമാകും വിധം പദ്ധതി നടപ്പിലാക്കിയത്. നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. മോട്ടോറിന്റെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമായിരുന്നു നമ്മുടെ ഈ പ്രദേശം. അത് എന്നോട് ആരും പറഞ്ഞില്ലെങ്കിൽ പോലും ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മുടെ കുളത്തങ്കപ്പടി എന്നും പറഞ്ഞൊരു പദ്ധതി ഞാൻ തന്നെ അത് വെച്ചതാണ്. എന്താണേലും അത് ഇവിടെയുള്ള ആൾക്കാർക്ക് 100% അത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ നമുക്കറിയാം ഈ വാർഡിൻ്റെ നമ്മുടെ 23-ാം വാർഡിൻ്റെ ഏറ്റവും സ്ഥലങ്ങളും കാര്യങ്ങളും വഴികളും കുടിവെള്ളം ഇല്ലായ്മ അതിൻ്റെ പോരായ്മ മുഴുവൻ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ആരോടും ചോദിച്ചിട്ട് ഓരോ വേനൽ വരുമ്പോഴും നമ്മളിവിടെ കുടിവെള്ളം ഇറക്കി കൊടുക്കുന്ന ഒരു സമയത്തും ഏതേത് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ജലത്തിന് ബുദ്ധിമുട്ടുള്ളതെന്ന് മനസ്സിലാക്കി തന്നെയാണ് നമ്മളത് ഓരോ പദ്ധതികളും ചെയ്തത്. അത് നിങ്ങൾക്ക് എക്കാലവും അത് പ്രയോജനപ്രദമാകട്ടെ എന്ന് ഇപ്പം തന്നെ ഞാൻ ആശംസിക്കുന്നു. നഗരസഭാ പരിധിയിൽ വേനൽക്കാലമാകുന്നതോടെ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാകുന്ന മേഖലകളാണ് മേട്ടുകുഴി. നഗരസഭയുടെ വിവിധ കുടിവെള്ള പദ്ധതികളാണ് മേഖലയിൽ കഴിഞ്ഞ നാളുകളായി നടപ്പിലാക്കിയിട്ടുള്ളത്. ഉദ്ഘാടന യോഗത്തിൽ കുടിവെള്ള കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ, സെക്രട്ടറി സൂസമ്മ വർക്കി, ഖജാൻജി അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ബിൽഡ് ഇന്ത്യ ഗ്രേറ്റർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അക്ഷയശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ സഹകരണത്തോടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തേടുന്ന കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ ST രാജ് നിർവഹിച്ചു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് ഉത്തമ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. വണ്ടിപ്പെരിയാർ SNDP ഹാളിൽ സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ക്ലാസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സഹകാർ ഭാരതി ജില്ലാ സെക്രട്ടറി S അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ ST രാജ് ഉദ്ഘാടനം നിർവഹിച്ചു. അതാണ് പറയുന്നത്, ദിശ മാറിക്കഴിഞ്ഞാൽ ഇവിടെ ദിശ കൊണ്ടുവന്നിരിക്കുന്നത് അതാണ്. നമ്മുടെ ദിശയെ വേറെ, ദിശ മീൻസ് ഡയറക്ഷൻ, അത് വേറെ എവിടെയെങ്കിലും പോകരുത്, പോകേണ്ട നേരെയുള്ള വഴികളിൽ തന്നെ പോകണം എന്നാണ് ദിശ ഇവിടെ നമ്മളെല്ലാം ഒരു പരിപാടിക്ക്, ഇങ്ങനെയുള്ള പരിപാടിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ലക്ഷ്യമില്ലാതെ ഉള്ള യാത്ര ഒരിക്കലും അത് നല്ലൊരു യാത്രയായി മാറത്തില്ല. കുമളിയിൽ നിന്ന് കോട്ടയത്ത് പുറപ്പെടേണ്ട ബസ് തീർച്ചയായും അത് എവിടേക്ക് തന്നെ പോകണം, കോട്ടയത്ത് തന്നെ പോകണം. അത് കോട്ടയമാണെങ്കിൽ കോട്ടയത്ത് തന്നെ പോകണം. ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടിക്കാനം വഴി, അങ്ങനെ ഏലപ്പാറ വഴി, വാഗമൺ വഴി പോകുമായിരിക്കും. എന്നാൽ അതിൻ്റെ എയിം അല്ലെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോട്ടയം തന്നെയാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്കൊരു ഡെസ്റ്റിനേഷൻ, ഒരു ഗോൾ ഉണ്ടാകണം. ആ ഗോളിന് നേരെ, ആ ഗോളിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ ആ ഒരു ദിശ, നമ്മുടെ ഒരു യാത്ര, അത് കൃത്യമായി കുട്ടികൾ നിങ്ങൾ അത് ചിട്ടപ്പെടുത്തി എടുത്തില്ലെങ്കിൽ
ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും എന്താണ് ഈ കാട്ടിലെ ഒഴുകി പോകുന്ന ആറ് പോലെ നമ്മൾ എവിടെയെങ്കിലും പോയി കളയും. സഹകാർ ഭാരതി സംസ്ഥാന സമിതി അംഗവും മലനാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി മാനേജിംഗ് ഡയറക്ടറുമായ ദിലീപ് പി പ്രസാദ്, അക്ഷയശ്രീ മിഷൻ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രതീഷ് കാർത്തികേയൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്കായി ക്ലാസും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുരങ്ങ് ശല്യത്തെ തുടർന്ന് ദുരിതത്തിലായ പൂപ്പാറ തൊഴുത്തുങ്കൽ സരസമ്മയ്ക്ക് അടച്ചുറപ്പുള്ള ഷെഡ് നിർമ്മിച്ചു നൽകി തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ. കൂട്ടത്തോടെ എത്തുന്ന കുരങ്ങുകൾ പൂപ്പാറ പമ്പ് ഭാഗത്തുള്ള സരസമ്മയുടെ വീടിനകത്ത് കയറി വീട്ടുപകരണങ്ങളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും നശിപ്പിക്കുന്നത് പതിവായിരുന്നു. സമീപത്തെ അടച്ചുറപ്പില്ലാത്ത മറ്റു വീടുകളിലും ഇതാണ് അവസ്ഥ. കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് മേഖലയിൽ കുരങ്ങ് ശല്യം വ്യാപകമായത്. സരസമ്മയും മകൻ രാഹുലും കഴിഞ്ഞിരുന്ന ഓടുമേഞ്ഞ വീട്ടിൽ കുരങ്ങ് ശല്യം രൂക്ഷമായിരുന്നു. അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സരസമ്മയും മകനും മുട്ടാത്ത വാതിലുകളില്ല. കഴിഞ്ഞ മെയ്യിൽ മന്ത്രി VN വാസവൻ പങ്കെടുത്ത നെടുങ്കണ്ടത്തെ പരാതി പരിഹാര അദാലത്തിൽ പങ്കെടുത്ത സരസമ്മ തന്റെ വിഷമം മന്ത്രിയെ അറിയിച്ചിരുന്നു. പരാതി പരിഗണിച്ച് മുൻഗണനാ വിഭാഗത്തിൽ വീടിന് അനുമതി നൽകാൻ മന്ത്രി VN വാസവൻ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ നടപടിക്രമങ്ങൾ വൈകിയതോടെ തങ്ങൾ വീണ്ടും ദുരിതത്തിലായതായി സരസമ്മ പറഞ്ഞു. തൊഴിലുറപ്പുകാരാണ് എനിക്കിത് മുന്നോട്ട് വന്നു നിന്ന് ഇതൊക്കെ ചെയ്തു തന്നത്. അതുകൊണ്ട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. അച്ഛനും സഹകരിച്ചിട്ടുണ്ട്, സിസ്റ്ററും സഹകരിച്ചിട്ടുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. ഞാൻ കിടക്കുന്നത് ഈ കൊരിഞ്ഞ് കയറി വന്ന് ചോറൊന്നും തരിയല്ലാതെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഇവർക്ക് സങ്കടം തോന്നിയിട്ടാണ് ഇവർ കയറി വന്ന് ഇതെനിക്ക് ചെയ്തു തന്നത്. ഇന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ കുറവാണ്. കാരണം എനിക്ക് മന്ത്രി തന്നതാണ്, മന്ത്രി അദ്ദേഹം തന്നതാണ്, പിന്നെ കളക്ടർ അദ്ദേഹം തന്നതാണ്. ഇവർ തരുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തതെന്ന് ബോധ്യമായി. ഇനി ഇങ്ങനെ നടന്ന് എൻ്റെ കാല് തേയ്മാനം വരുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. ഷീറ്റ് ഉപയോഗിച്ച് അടച്ചുറപ്പുള്ള ഷെഡ് തങ്ങൾ നിർമ്മിച്ചു നൽകുകയാണ് ഉണ്ടായതെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുന്നു. ഇത് കണ്ടുമ്പോൾ ദയനീയാവസ്ഥയാണ് ഞങ്ങൾ ഇവിടെ കാണുമ്പോൾ. പുള്ളിക്കാരത്തിലെ ഞങ്ങളിവിടെ തൊഴിലുറപ്പിന് വരുമ്പോൾ കിടക്കാൻ വീടില്ല എന്നും ഈ കരച്ചിലും ഈ സങ്കടമാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനിച്ചു, നമുക്കൊരു ഷെഡായാലും ഇവർക്ക് തല്ലി കൂട്ടി കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ പുറകെയാണ് പള്ളിയിലെ ഫാദർ അദ്ദേഹം ഞങ്ങൾക്ക് കുറേ 10-15 ഷീറ്റ് മേടിച്ച് തരികയും പിന്നെ നല്ല മനസ്സുള്ള ഒത്തിരി പേര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. സുമനസ്സുള്ള ഒത്തിരി ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ തൊഴിലാളികളുടെ കഷ്ടപ്പാടാണ് ഇത് മൊത്തം. ഞങ്ങളെല്ലാവരും പിരിവും അവരവരെ കയ്യിൽ നിന്നുള്ള കാശുകൾ കുറേശ്ശൊക്കെ സുരക്ഷിച്ച് കൊണ്ടുവന്ന് ചേർത്താണ് ഞങ്ങൾ ഇത്രയും ഈ പാവം അടിച്ചു കൊടുത്തത്. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പാവം ശ്രമിക്കുന്ന സ്ത്രീക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുക. ഈ പയ്യൻ ഡിഗ്രി കഴിഞ്ഞ് വന്ന് റേഷൻ കടയിൽ വന്നിട്ട് 9 മണിയാകുമ്പോഴാണ് വീട്ടിൽ വന്നെ. പുള്ളിക്കകത്ത് ഈ തൊഴിലുറപ്പിന് 346 രൂപ പണിക്കൂലി കിട്ടി. ഇവർ എന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെട്ടു പോരാനാണ്. ഇനി ഭക്ഷണ സാധനങ്ങളും വീട്ടുസാധനങ്ങളും എല്ലാം പൂട്ടിവെച്ച ശേഷം കൂലിപ്പണിക്ക് പോകാൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് സരസമ്മ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 180, വിൽപ്പനയ്ക്ക് വന്നത് 45,104, വിൽപ്പന നടന്നത് 44,299, കൂടിയ വില 3,306, ശരാശരി വില 3,051. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 630 രൂപ, ഏലം കൂടിയ വില 2,900, ഏലം ശരാശരി വില 2,600, കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പു 925, കൊക്കോ 100, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,090 രൂപ, വെള്ളി 99.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ ഭാഗമായി കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ കുമളിയിൽ നിന്നും മുക്കുഴി സത്രം വഴി ശബരിമലയിലേക്കുള്ള കാനനപാതയിലൂടെയുള്ള അയ്യപ്പ ഭക്തന്മാരുടെ യാത്ര താൽക്കാലികമായി നിരോധിച്ചു. നടപടി ശബരിമല കാനനപാതയിലും പരിസരത്തും ശക്തമായ മഴ പെയ്ത പശ്ചാത്തലത്തിൽ ഉത്തരവ് കർശനമായി നടപ്പാക്കുന്നതിനായി വിവിധ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായും ജില്ലാ കളക്ടർ. കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരുന്ന യാത്രക്കാരന്റെ ദേഹത്തെ ഇടിച്ചു കയറി സ്വകാര്യ ബസ്. പിന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ ബസ് മുന്നോട്ട് നീങ്ങി ബസ് സ്റ്റാൻഡിനകത്തുള്ള ഇരിപ്പിടത്തിൽ ബസ് കാത്തിരുന്ന യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. കട്ടപ്പനയിൽ ലോട്ടറി വിൽപ്പനക്കാരിയെ കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തയാൾ പിടിയിലായത് രാജകുമാരി സ്വദേശി ഇല്ലിക്കൽ ബിജു. കഴിഞ്ഞ നവംബർ 2-ാം തീയതി ഇയാൾ തട്ടിയെടുത്തത് തൂക്കുപാലം വെട്ടത്തക്കിഴക്കേതിൽ ഗീതയുടെ 60 ലോട്ടറി ടിക്കറ്റുകൾ. കുരങ്ങ് ശല്യത്തെ തുടർന്ന് ദുരിതത്തിലായ പൂപ്പാറ തൊഴുത്തുങ്കൽ സരസമ്മയ്ക്ക് അടച്ചുറപ്പുള്ള ഷെഡ് നിർമ്മിച്ചു നൽകി തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ. കൂട്ടത്തോടെ എത്തുന്ന കുരങ്ങുകൾ പൂപ്പാറ പമ്പ് ഭാഗത്തുള്ള സരസമ്മയുടെ വീടിനകത്ത് കയറി വീട്ടുപകരണങ്ങളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും നശിപ്പിച്ചിരുന്നു. സമീപത്തെ അടച്ചുറപ്പില്ലാത്ത മറ്റു വീടുകളിലെയും അവസ്ഥ ഇതുതന്നെ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.